സാർ നമുക്കറിയാം പൊതുവേ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന വ്യക്തികളുടെ നാട്ടിൽ ബി.ജെ.പിക്ക് കടന്നു കയറുക എന്ന് പറയുന്നത് ഒരു പ്രയാസമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് മറ്റു പലരെയും ഉപയോഗിച്ചുകൊണ്ടാണ് ബി.ജെ.പി ആ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു വരുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ തെലങ്കാനയിലെ ലേറ്റസ്റ്റ് ട്രെൻഡ് പ്രകാരം കവിത പുതിയ പാർട്ടി രൂപീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ അവിടുത്തെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തന്നെ പല പാർട്ടികൾ കടന്നുകൂടിയിട്ട് അവസാനം കോൺഗ്രസിലെത്തിയ വ്യക്തിയാണ്. ഇനി എല്ലാവരുടെയും ഒരു സംശയം എന്ന് പറയുന്നത് അദ്ദേഹം വീണ്ടും തിരിച്ച് ബി.ജെ.പിയിലേക്ക് എത്തുമോ ഈ ഒരു പോക്ക് കാണുന്നുണ്ടെങ്കിൽ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. രേവന്ത് റെഡ്ഡി വളരെ പവർഫുള്ളായ ഒരു യങ് ടാലൻ്റാണ്. അപ്പോൾ ആരും ബി ജെ പിയിലേക്ക് എത്തുമെന്ന് നമുക്ക് ആരെക്കുറിച്ചും പറയാൻ പറ്റില്ല. കാരണം പക്ഷേ പ്രത്യേകിച്ച് ഇദ്ദേഹം മുൻപ് ബി.ജെ.പിയിൽ അല്ല ആയിരുന്നു. അതൊക്കെ എ.ബി.വി.പിയിലൊക്കെ ചെറുപ്പകാലത്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വളരെ സ്ട്രോങ് ആയ ഒരു കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം കഴിവിലാണ് ഒരു പരിധി വരെ തെലങ്കാനയിൽ തിരിച്ചു വന്നത്. കോൺഗ്രസ് എവിടെ ഇല്ലായിരുന്നല്ലോ. ആന്ധ്രയിൽ കോൺഗ്രസ് ഇല്ല, തെലങ്കാനയിൽ കോൺഗ്രസ് ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ നിന്നാണ് തെലങ്കാന എന്ന് പറയുന്നത്. അതും തെലങ്കാന രാഷ്ട്ര സമിതി എന്ന് പറയുന്ന തെലങ്കാന സംസ്ഥാനം ഉണ്ടാക്കുന്നതിന് കാരണക്കാരായ ചന്ദ്രശേഖർ റാവുവിൻ്റെ നേതൃത്വത്തിലുള്ള അതിശക്തമായ ഒരു പ്രാദേശിക രാഷ്ട്രീയ കക്ഷി അവിടെ ഉണ്ടായിരുന്നു.